ഇതിപ്പം നമുക്ക് ആക്ച്വലി നമുക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. സത്യത്തിൽ എന്റർടൈൻമെന്റ് ഉണ്ട്, ടെക്കിനൊരു ചാനലുണ്ട്, ഗെയിമിങ്ങിനൊരു ചാനലുണ്ടായിരുന്നു, വ്ളോഗിങ്ങിനൊരു ചാനലുണ്ടായിരുന്നു. വ്ളോഗിങ്ങിന് ആക്ച്വലി 2 ചാനലുണ്ടായിരുന്നു. നമ്മൾ റിഡക്സിന് വേണ്ടി നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട്, പിന്നെയാണ് നമ്മളിപ്പം ഒത്തുതന്നെ നമ്മൾ ആദ്യം നേരത്തെ 2ആയിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2 എന്ന് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ ഞാനും അണ്ണനും റിഡക്സിലുണ്ട്. പിന്നെ ഞാൻ അജയ്, അങ്ങനെ നമ്മുടെ ട്രിവിയൻ എന്ന് പറഞ്ഞൊരു പേരിലാണ് തുടങ്ങിയത് ആദ്യം. അപ്പൊ അത് അന്ന് 2ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അണ്ണനും അജയുമായിട്ട് വലിയ ഇതൊന്നും നമ്മൾ നാട്ടിലെ കൂട്ടും, അജയ് ഞാനും കോളേജിലെ കൂട്ടും. അതായത് യൂട്യൂബിലോട്ട് ഞാൻ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയ ഒരു കണ്ടന്റിൽ അങ്ങനെ ഒരു ഇതിലോട്ട് വന്നത് അജയ് കാരണമാണ്. അപ്പോൾ ഞങ്ങൾ പണ്ടേ ടെക്ക് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പോഴും ടെക്ക് ഇഷ്ടമുള്ളതാണ്, പക്ഷെ അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പൊ അതിലോട്ട് തിരിച്ച് വരണമെന്നുണ്ട്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു മാർക്കറ്റിൽ ഒരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അറിയായിരിക്കും. അതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിന്റെ A to Z കാര്യങ്ങൾ. ഫോൺ എന്ന് പറഞ്ഞതാണ്, അതിനൊക്കെ പല ഗാഡ്ജറ്റ്സും നമ്മൾ ഇതിനൊക്കെ ഫോളോ ചെയ്ത കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മൾ അജയ് PC-ലോട്ട് ബിൽഡിങ്ങിലോട്ട് വരാൻ കാര്യം. ഒരു കാര്യം അത് തന്നെയാണ്, ടെക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മൾ വരാൻ കാരണം. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടെക്ക് ഇത്രയും ഇഷ്ടമുള്ളവർ നമുക്ക് എന്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൂടാ. അന്നും യൂട്യൂബൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. 1-2 വർഷം നമ്മൾ പ്ലാനിങ് മാത്രമായിട്ട് പോയി. അപ്പോൾ യൂട്യൂബൊക്കെ ഒന്ന് കയറി വന്നു തുടങ്ങിയ സമയത്ത് നമ്മളും തുടങ്ങാം, ഇനിയും വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു അറ്റ് എ പോയിന്റ് തുടങ്ങി. ടെക്കാണ് ആക്ച്വലി ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന സാധനം. ടെക്ക് വീഡിയോസ് എടുത്താണ്. അപ്പം അന്ന് നമുക്ക് ടെക്കിനോട് ഇഷ്ടമുണ്ടെങ്കിലും പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ, ഞാൻ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് പേഴ്സൺ ആയിരുന്നു. ആ വീഡിയോസ് പണ്ട് കുറെ കാര്യങ്ങൾ മാറി, ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ. എന്നാലും നമുക്ക് ഒരു ഇൻട്രോവേർട്ടിന്റെ പല കാര്യം ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കൊരു ക്രൗഡ് വരുമ്പോ നമ്മളിപ്പോഴും റോഡിലൂടെ വന്നപ്പോഴും പറഞ്ഞ് ആൾക്കാരും ചിന്തിക്കും, അങ്ങനെ ഒരു ചിന്ത ഉള്ളിലുണ്ട്. പക്ഷെ കാര്യമില്ല എന്നുള്ള ഇതിലോട്ട് മാറി. അന്ന് പക്ഷെ കുറച്ചും കൂടെ അത്രയും ഇൻട്രോവേർട്ട് അല്ല, എന്റെ അത്രയും ഇൻട്രോവേർട്ട് അല്ല. എന്നാലും ഒരു ചെറിയൊരിതുണ്ട്, ഒരു ഷൈ പോലെ ഒരു ഷൈനസ് ഉണ്ടല്ലോ, ഇൻട്രോവേർട്ട് ടൈപ്പ് അല്ല. ഇപ്പൊ ഞാനും അജയൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പൊ അത് മാറി, അത് മാറും എന്നുള്ളതൊക്കെ ഒരു തെളിവാണ്. അതൊക്കെ ഭാവിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് കുറച്ചിട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മള് നല്ലൊരു ക്രൗഡിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ലെവലിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ പറഞ്ഞിരുന്നത് നമ്മളെ ചാനൽസിന്റെ കാര്യം, ഇത്രയും അക്കൗണ്ട്സ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ഉണ്ട്, നമ്മുടെ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്. മ്യൂസിക് പ്രൊഡക്ഷൻ, പിന്നെ വ്ളോഗ്സ്, നമ്മൾ ഈ മൂവി റിവ്യൂസ് ചെയ്യുന്നു, ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊരു അവിയൽ പരിപാടി കിടക്കുകയാണ്. സത്യം എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ അവിയൽ പരിപാടി നമുക്ക് അന്നൊരിതുണ്ടായിരുന്നു. എനിക്കൊരു ആഗ്രഹമുള്ള ഒന്നും ഇങ്ങനെ അവിയലാക്കിയത്. നമുക്ക് എല്ലാം ഇഷ്ടമുണ്ടെങ്കിലും ഓരോന്നിനും ഓരോരോ ഇത് നമുക്ക് ഇനിയും കുറച്ച് പ്ലാനിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ചാനലായിട്ട് തുടങ്ങിയത്. പക്ഷെ നമുക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാത്തിലും നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രശ്നം പറ്റിയത്. അപ്പോ ഒന്നും ഒത്താതാവും, അതായത് ഒരു ചാനലും എങ്ങും എത്തുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകും. നമ്മൾ പലതിലും വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതാണ് ഒരു കാര്യം. അപ്പൊ അത് കാരണമാണ് നമ്മൾ ഒരു ചാനലില് എല്ലാ കണ്ടന്റുകളും ഇട്ട് ഒന്ന് മോണിറ്റൈസ് ആക്കി എടുത്തതിന് ശേഷം ചാനൽസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ബിസിനസ് പ്ലാനും ഉണ്ട്. അത് വേറെ ആയിട്ട്, അത് പിന്നീട് പറയാവുന്ന കേസുകൾ. ബിസിനസ് പ്ലാൻ മാത്രമല്ല, നമുക്ക് യൂട്യൂബിൽ തന്നെ കുറച്ചധികം പ്ലാൻസ് നമ്മളെ ആഗ്രഹങ്ങളുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് നമ്മൾ കൂടുതലും കാണിക്കാറില്ലായിരുന്നു. നമ്മൾ കുറച്ച് മൊമെന്റ്സ് കാണിക്കാറുണ്ട്, അതായത് ബർത്ത്ഡേ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വ്ളോഗ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കണ്ടന്റ്സ് നമ്മൾ വളരെ കുറവാണ് ഇടുന്നത്, പൊതുവെ ഇടുന്നത് കുറവായിരുന്നു. അപ്പൊ ഇനി കുറച്ചും കൂടെ നമ്മളത് കാണിക്കാം. ഇത് കണക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡയറീസിൽ കാണിക്കും. കാരണം ഡയറീസ് എന്ന് പറയുന്നത് നമ്മള് എല്ലാവരെയും പേഴ്സണൽ ലൈഫും കൂടെ ഇൻക്ലൂഡ് ചെയ്തുള്ള വേണ്ടി നമ്മൾ ഡയറീസ് ആക്ച്വലി തുടങ്ങിയത്. വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ട്. അപ്പം ഇത് തൊട്ട് ഇതെല്ലാം ഇതിലായിരിക്കും തൽക്കാലം വരുന്നത്. നമ്മൾ ഇതൊന്നും റെഡി ആയതിനു ശേഷം എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നത്, ചാനൽസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ബാക്കി കണ്ടന്റുകളെല്ലാം ഓരോരോ ചാനൽസിലേക്ക് ആക്കി റെഡിയാക്കി എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ചാനൽസ് നേരത്തെ പറഞ്ഞാണ് നിലവിലുണ്ട്. അപ്പം അതിനകത്ത് ഇനിയുള്ള എല്ലാ വീഡിയോസും. അപ്പോൾ നമ്മൾ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇനി വ്ളോഗ്സിന്റെ എണ്ണം കൂട്ടും. എനിക്ക് ഡെയിലി വ്ളോഗ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിലായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. ഡെയിലി വ്ളോഗ് ചെയ്യണമെങ്കിൽ നമ്മളെ ഷെഡ്യൂൾസ് അത് മാറ്റാറുണ്ട്. കാരണം ഇതിപ്പോൾ കംപ്ലീറ്റ്ലി എണീക്കുന്നു, സ്ഥാപനത്തിലേക്ക് പോകുന്നു, കൂടുതലും ഫുൾ ടൈം സ്ഥാപനവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഒരു ഡെയിലി വ്ളോഗ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, പല്ലേക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഞാനിവിടെ എത്തി എന്നതിലുപരി നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ കുറച്ച് പറ്റിക്കും. റെഡിയാക്കി എടുക്കാം. ജിമ്മിലേക്കുള്ള കൺസിസ്റ്റന്റ് ആക്കുക,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഉടനെ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ, ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇത് നമ്മളെ റെസൊല്യൂഷനാണ്. ഈ വീഡിയോ പെട്ടെന്ന് നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കും. ഇത് നമ്മളെ ഏകദേശം അവസാനം. So please subscribe,